കൂട്ടുകാരെ, നമുക്കിന്ന് ചീനിക്കിഴങ്ങ് നടാം. ചീനിക്കിഴങ്ങ് ഞാൻ 2 കിഴങ്ങ് നട്ട് വച്ചിരുന്നത് മുളച്ച് വന്നിരിക്കുകയാണ്. അത് നമുക്ക് ചാക്കിൽ നടാം. എങ്ങനെയാണ് നടണതെന്ന് ഞാനിനി കാണിക്കാം. ആദ്യം മണ്ണൊരുക്കുകയാണ്. മണ്ണ് വെട്ടിയിട്ട് ചാണകപ്പൊടിയും ഇട്ട് കോഴിവളവും കൂടെയാണ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കോഴിവെള്ളവും ചാണകപ്പൊടിയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അതിനി പാത്രത്തിലോട്ട് വാരി വയ്ക്കുന്നത്. മിക്സ് ചെയ്തത് ചാക്കിൽ നിറയ്ക്കുന്നത് ആണ്. അതിലുള്ള കല്ലെല്ലാം പാറ്റി കളഞ്ഞ് തറയിൽ നട്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ചാക്കിൽ നടാൻ. ചാക്കിനകത്ത് കരിയിലാണ് നിറയ്ക്കണം. പകുതിയും കരിയില നിറയ്ക്കും. അപ്പോഴും നല്ല കിഴങ്ങുണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാണ് നട്ടത്. ചാക്കിനകത്ത് കരിയില വാരിയിട്ട് അരച്ചാക്കോളം കരിയില ഇടും. കരിയില ഇട്ട ശേഷമാണ് നമ്മൾ മണ്ണിടണം. ഈ എല്ലാ വളങ്ങളും മിക്സ് ചെയ്ത മണ്ണ് അതിന് മീതെ ഇടും. പിന്നീട് ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കരിയില താഴുമ്പോൾ മണ്ണ് താഴും. അപ്പോൾ നമ്മൾ പിന്നീട് കുറേശ്ശെ മണ്ണ് അതിൻ്റെ പുറത്ത് തൂറ്റി കൊടുക്കും. കുറേശ്ശെ മറ്റേ കരിയില ഇട്ടിട്ട് മണ്ണ് ഇടുകയാണ്. പിന്നെ അരഭാഗേ ഇടുകയുള്ളൂ. ചാക്ക് ഫുള്ളാ നിറയ്ക്കില്ല. അരഭാഗം മണ്ണും കരിയിലയും കൂടെ നിറയ്ക്കും. പിന്നീട് മണ്ണ് താഴുന്നതിനനുസരിച്ചാണ് കുറേശ്ശെ മണ്ണിട്ട് കൊടുക്കാൻ. ചാക്കിൽ അരച്ചാക്ക് മണ്ണിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് തൈ നടാം. തൈ ഞാൻ 2 ചീനിക്കിഴങ്ങ് നട്ട് വച്ചിരുന്നത് പൊടിച്ചപ്പോഴാണ് ചാക്കിലോട്ട് മാറ്റിയത്. 2 കിഴങ്ങാണ്, ചെറിയ 2 കിഴങ്ങ് നട്ട് വച്ചിരുന്നതാണ്. അത് പൊടിച്ച് വന്നു. അപ്പോഴാണ് ഇനി അതിൽ 2 കിഴങ്ങാണ്. അത് നമുക്ക് മണ്ണിൽ താഴ്ത്തി വെച്ചിട്ട് കരിയില ഈ മൂട് ഉണങ്ങാതിരിക്കാൻ വേണ്ടി കരിയില മീതെ ഇട്ട് വെള്ളം നനച്ചിട്ട് കരിയില മീതെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൂടെ എന്നും നനയ്ക്കണമെന്നില്ല. കരിയില ഇട്ടാൽ ഉണങ്ങില്ല. അതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ നനച്ച് കൊടുക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിറച്ച് തൈ നട്ട് ഇനി അത് കുറേശ്ശെ മണ്ണിടാൻ നേരത്ത് നമ്മൾ ഈ ചുറ്റി വെച്ചേക്കുന്ന ചാക്ക് അല്പച്ചോക്കൂടൊക്കെ പൊക്കിയിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കാം. ഇനി മൂട് നല്ലതുപോലെ നനയത്തക്ക വിധത്തിൽ വെള്ളം നനയ്ക്കും. നല്ല നനയത്തക്ക വിധം വെള്ളം നനച്ചിട്ട് കുറച്ച് കരിയിലും കൂടെ വാരി, അല്ലെങ്കിൽ തൊണ്ട് പറക്കി കമത്തി അടുക്കി വെച്ചാലും മതി. നല്ല നനവ് നിൽക്കും. ഇല്ലെങ്കിൽ കരിയില ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കരിയില ആവശ്യമേ ചുറ്റിനും കരിയില വെച്ച് കൊടുക്കണം. ഇങ്ങനെ നട്ടാൽ നല്ല ചാക്ക് നിറച്ച് കിഴങ്ങ് വെട്ടിയെടുക്കാനായിട്ട് വരും. നല്ല ഇടയ്ക്കിടയ്ക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി.